my God. ഓപ്പളെ ഞാൻ പൊട്ടണമെന്നല്ല, ഡോണിക്കുട്ടനെ കുറെ നാൾ ഞാൻ നോക്കി വളർത്തിയതല്ലേ. നീ എയർപോർട്ടിൽ പോയി അളിയനെ പോയി വിളിച്ചോണ്ടു. ഓപ്പളെ ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്ക്. അളിയനായിട്ട് വരുമ്പോഴേ വഴക്കിനൊന്നും പോവല്ലേ. ഡോണിയുടെ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. നീ എന്നെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കണ്ട. ഞാനത് ബോംബെ വന്നപ്പോഴേ അളിയനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാര്യമില്ല, പുള്ളിക്ക് അതൊക്കെ അറിയാം. അളിയനെയും കൊണ്ട് എയർപോർട്ടിൽ നീ പെതുക്കെ വന്നാ മതി. ഇവിടെ വന്ന് മഴ മറിക്കാനൊന്നുമില്ല. നീ പൊട്ടത്തരം ഒന്നും വിളിച്ചു പറയാം കേട്ടല്ലോ. Retard. അളിയ, ഇതാ നമ്മുടെ വീട്. എങ്ങനെയുണ്ട്? വീടൊക്കെ അടിപൊളിയാണല്ലേ. അമേരിക്കന്റെ വീടല്ലേ. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൈകുന്നേരം കിടക്കുന്നത്. എന്നാ ഇരിക്കലേ. ഓപ്പോളെ അതിനെ വണ്ടി ഓടിക്കുമ്പോൾ വീശിട്ടാ വന്നല്ലേ. അത് അങ്ങനെ ഏത് ജോലിക്ക് മുമ്പ് രണ്ടെണ്ണം എനിക്ക് അടിക്കുന്നു. അങ്ങനെ വേണം. എന്റെ അളിയനാ ബാവളിൽ നമുക്കൊന്ന് പൂർണ്ണ അളിയാ പിന്നീട് ഒപ്പണ്ണ വലിയ അളിയാ. ഓപ്പോളെ യാത്രയൊക്കെ എല്ലാം നല്ലതായിരുന്നു. ക്ഷീണമൊക്കെ കാണുമല്ലോ. അതുപോലെ ക്ഷീണിക്കുന്നുണ്ട്. വെള്ളമല്ലോ കുടിക്കാൻ തരാം. കുഞ്ഞമ്മ ഉറങ്ങിപ്പോയി. ഓക്കെ, നമ്മൾ എന്നേക്കുമ്പോ ഞാൻ സംസാരിക്കാം. അറിയാമല്ലോ വരുന്നത്. ഞാൻ അതിനെപ്പറ്റി കാര്യമില്ല. ഭയങ്കര 20 മണിക്കൂർ ഇരുന്നിട്ട് കാലിന്റെ പുഴ പറയണ്ട. ഇതാരായിരിക്കും ഈ സമയത്ത്? നോക്കിയായിട്ടില്ല. ആശുപത്രി പോയിരിക്കുകയാണ്. പാസ്സാണല്ലേ? ഞാൻ ഏലപ്പാറയില്ല ജനിച്ചതും വളർന്നതുമൊക്കെ. അതൊരു കുഗ്രാമമാണെന്നറിയാമല്ലോ. 2 മാസമായിട്ട് ഞാനിപ്പോ ഇവിടെയാണ്. സോഫിയുടെ ഭർത്താവാണ്. സഹോദരൻ നേരത്തെ വിവാഹത്തിനായിരുന്നു. നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് തടി തപ്പി അമേരിക്കയിലേക്ക് ചാടിയതല്ലേ സഹോദര? അതല്ലേ വാസ്തവം? എങ്ങനെ അറിഞ്ഞില്ല? പാസ്റ്റർ ഒരു പ്രവാചകനാണോ? എന്റെ ഉള്ള കാര്യങ്ങളെല്ലാം പാസ്റ്റർ തുറന്നു പറഞ്ഞല്ലോ. നമിക്കുന്നു പാസ്റ്ററെ, നമിക്കുന്നു. സഹോദര, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും പാസ്റ്ററെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശ ഞങ്ങളുടെ പൊന്നു ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിൽ കർത്താവെ, ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വന്ന് അവിടുത്തെ ദാസനെ അവിടുത്തെ സന്നിധിയിൽ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, നിന്റെ മകന് സകല കർത്താവെ പൈശാചിക ചിന്തകളിൽ നിന്നും സകല പ്രയാസങ്ങളിൽ നിന്നും മകനെ വിടുവിച്ച് മകനെ അനുഗ്രഹിച്ച് കർത്താവെ സൗഖ്യത്തോടെ മകനെ നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങൾക്ക് കൂടി ജീവിക്കുന്നതിനായി സ്തോത്രം. നിന്റെ മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്റെ ബന്ധനങ്ങളിൽ നിന്ന് മകനെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ മകനെ പൊതിയണം, സഹായിക്കണം, സൂക്ഷിക്കണം. അവിടുത്തെ രക്തോളത്തിൽ മകനെ സൂക്ഷിക്കണം. ആര്
സമാധാനവും വേണവും കൃപയും കർത്താവ് കൊടുത്ത് സഹായിക്കണം. നല്ല വഴിയിൽ നടപ്പാൻ നിന്റെ മകനെ ഇടയാക്കണം. സകല ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ച് മകനെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ ഈ ദേശത്തായിരിക്കാൻ കർത്താവ് സഹായിക്കണം. സകലവും ഞങ്ങൾക്ക് വെച്ച് ഉന്നേശുന്ന നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. ദയുണ്ടായി കേൾക്കണമേ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. സ്തോത്രം പാസ്റ്റർ പറഞ്ഞതെല്ലാം വളരെ വ്യക്തമാണ്, വാസ്തവമാണ്. ഇത്രമാത്രം കഴിവുള്ള പാസ്റ്ററാണ് ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം. സഹോദര, എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ചിലരത് പ്രകടമാക്കുന്നു, ചിലരത് മറച്ചു. ആ സകലത്തിനും കർത്താവിന്റെ സന്നിധി കൊടുക്കുന്നു. നമുക്ക് പ്രത്യേകം ശരിയാണ് പറഞ്ഞത്. പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം അമേരിക്ക വന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നാട്ടിൽ ആർക്കും അറിയത്തില്ലായിരുന്നേ. വലിയ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടാൻ ഞങ്ങൾ കഴിഞ്ഞു പോകും. സഹോദരി വന്ന് പാസ്റ്ററെ കൊണ്ടുവന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. വരാറായെന്നാ തോന്നുന്നത്. അത് വിളിച്ച് നോക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടിക്കാൻ വല്ല വെള്ളം കൊണ്ടുവരട്ടെ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ സോഫിയ വിളിച്ചിട്ട് ആരാ വന്നത്? ഞാനെവിടെയായിരുന്നു? ബെല്ലടിച്ചിട്ട് എന്താ അത് തുറക്കാത്ത? എന്റെ സ്വഭാവം മനസ്സിലാക്കില്ലല്ലോ. സോഫിയ, ഒരു പാസ്റ്ററും നീലസൗരിയും വന്നിട്ടുണ്ട്. പതുക്കെ പറ. സിസ്റ്റർ എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയി. ഓ, ഞാനൊരു പാസ്റ്ററെ കൊണ്ടുവന്നിട്ടുണ്ട്. സിസ്റ്റർ, ഞാനൊരു പാസ്റ്ററെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് പാസ്റ്റർ. സ്തോത്രം 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 സ്തോത്രം. പാസ്റ്റർ, ഞാൻ പറഞ്ഞ സോഫിയ ഇല്ല. ആ, സ്തോത്രം സ്തോത്രം. എപ്പോഴാ പാസ്റ്റർ വന്നേ? വന്നതേ ഉള്ളൂ. ലീല സിസ്റ്ററിനെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ സിസ്റ്ററെ? ഞാനിപ്പോ ഡോക്ടർ ഓഫീസിൽ പോയത്. എന്റെ മോന്റെ കാര്യം അറിയത്തില്ലയോ, അവരൊരു മിണ്ടാപ്രാണിയോ ഒക്കെ എന്റെ ഇടം കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി. സിസ്റ്ററെ, എല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. ദൈവം വഴി ഒരുക്കിയിട്ടുണ്ടല്ലോ. വിഷമിക്കാതെ. ഇതെല്ലാം ഓരോന്നും ഓരോ സമയത്ത് ഓരോന്നും നടക്കേണ്ടതാണ്. ദൈവമുണ്ട് കൂടെ. ദൈവം എല്ലാത്തിനും വിടുതൽ തരും. പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അറിയാം സിസ്റ്ററെ, പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്റർ. ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പാസ്റ്ററും പ്രാർത്ഥിക്കും, വിഷമിക്കാതെ. സോഫിയ, സിസ്റ്ററോട് നിങ്ങൾ സംസാരിച്ചിരിക്കുക. പാസ്റ്ററെ, നമുക്ക് ബാക്കാർഡിലോട്ട് പോകാം. ചിലപ്പോൾ ഡോണിക്കുട്ടനാണ് എഴുന്നേറ്റ് കാണുന്നത്. പാസ്റ്റർക്ക് പുള്ളിക്കാരനെ കണ്ട് സംസാരിക്കുകയും ചെയ്യാൻ ഒരു വർഷം. ശരിയെങ്കിലും ഓക്കെ, ഞങ്ങളിവിടെ സംസാരിച്ചിരിക്കാം. സോഫിയ, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. എന്തെങ്കിലും ഇച്ചിരി നേരം ഇരുന്ന് സംസാരിക്കാം. ഇവിടെ ഇരിക്കാം. പിന്നെ എന്തുകൊണ്ട് സോഫിയ വിശേഷം? ഡോണിക്കുട്ടൻ കളി കഴിഞ്ഞ് എഴുന്നേറ്റ് ഭയങ്കര ചാട്ടം മനസ്സിലാവും. പാസ്റ്റർ കണ്ടല്ലോ, ന്യൂസ് കണ്ടില്ലല്ലോ. ഡോണിക്കുട്ടാ, ഡോണി മോനെ, മോനെ വേണ്ട, ലീലയാണ്ടി വന്നിട്ടുണ്ടെന്ന് ഓടി വാ. ഇനി ഓടി വന്നേ, പാസ്റ്റർ ഉണ്ടല്ലോ. മോനെ എന്നെ വീട്ട സെൽഫി ഒന്നും വേണ്ട, ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടുമോനെ. ആന്റി പൊന്നു പാട്ട് പാടും. ഒരു പാട്ട് പാടാം. ആന്റി കേക്കട്ടെ. അത് പാസ്റ്റാ. മോനിവിടെ ഇരിക്കും. ഒരു പാട്ട് പാടിക്കാൻ മോൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കാൻ. പാട്ട് യേശുവിനെ പറ്റി പാടും. യേശുവിനെ പറ്റി
ദൈവസ്നേഹം വന്നിച്ചിട വാക്കുകൾ പോരാ ചൊല്ലി ജീവിക്കുവാൻ ജീവിതം പോരാ. എന്റെ മോനെ നല്ലായിട്ട് പാടുന്നുണ്ടല്ലോ മോനെ. മോനിനി പോയി കളിച്ചു. ഓ എന്റെ കുഞ്ഞിന്റെ ചോക്ലേറ്റ് എന്ത് ചെയ്യാൻ? എപ്പോഴും ഫോണിനകത്ത് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കാറ്. ഗെയിം ഒന്നും വേണ്ട, പോയി കളിച്ചോ. ഓക്കെ ഇതാണ് ഓന്റെ കഴിവ്. നല്ല കഴിവുണ്ടല്ലോ. ദൈവം കൊടുത്തൊരു വരദാനമാണ്. ഇതൊക്കെ അങ്ങ് മാറുമല്ലേ, ഇതൊക്കെ മാറും. ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഭാഷയും പ്രാർത്ഥിക്കും. ജാഗ്രത പ്രാർത്ഥിച്ചു. ഇത്രയും നാളും മാറിയില്ലല്ലോ. നമ്മള് പ്രാർത്ഥിക്കാം. എല്ലാത്തിനും ഒരു സമയമുണ്ട് സോഫിയ. ആ സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നു. നമ്മൾ പറയുന്ന ഉടനെ അങ്ങ് എടുത്ത് മാറ്റാൻ പറ്റുന്നതല്ല. ഇതിനെല്ലാം ഒരു സമയമുണ്ട്. ഓരോന്നും അടിക്കടി വരുക, ഓരോ കാര്യങ്ങളും ഒന്നിനു കുറെ. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കാത്തതുകൊണ്ട്. ദൈവത്തെ അറിയണം നിങ്ങൾ. നിങ്ങൾക്ക് ദൈവമില്ല, ദേവനുമില്ല. അതാണ് ഇങ്ങനെ വരുന്നത്, ദിവസത്തിന് ദിവസം ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിച്ച് ഇതെല്ലാം മാറും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാൽ മതി വരുമോ? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ. ആരാ? ഞാൻ ഇവിടുത്തെ ഡോണിനെ പാട്ട് പഠിപ്പിക്കാമെന്ന് മ്യൂസിക് ടീച്ചറാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല. എന്റെ സോഫിയ ആന്റി ഇവിടെ ഇല്ലേ? സോഫിയാന്റി ഇവിടെ ഇല്ല. താനാരാ? ഞാൻ ഇവിടുത്തെ സോഫിയാന്റിയുടെ ബ്രദറാണ്. ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഓൾ ഇൻ ഓൾ. ടീച്ചർ വെള്ളം വേണോ? തനിക്ക് എന്റെ വാട്ടർ അതോറിറ്റിയിലാണ് ജോലി. ഡോണിന്റെ മുറി എവിടെയാ? ഇവിടെ ഇങ്ങോട്ട് പോയാൽ മതി. ശരി, താങ്ക് യു. ഡോണി, ഞാൻ പുതിയതായിട്ടുള്ള മ്യൂസിക് ടീച്ചറാണ്. ഹായ് ടീച്ചറെ. ഹായ്. വീണ്ടും ടീച്ചർ. ഹായ്. മോൻ നന്നായിട്ട് പാട്ട് പാടുന്നു. പപ്പ പറഞ്ഞ പപ്പ പറഞ്ഞു പാട്ട് വളരെ താല്പര്യമാണ്, നന്നായിട്ട് പാടും. ഞാൻ പാടും. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. ചെയ്യാം. നമുക്ക് തുടങ്ങാം. ടീച്ചർ. നമുക്ക് സരിഗമ പദനിസ. ഓ സരിഗമ. ഓക്കേ. നമുക്ക് ആദ്യം സാ സാ രി ഗ ഗ മാ മാ പാ പാ ദ ദ നീ നീ സ സാ. നോടി വളരെ നന്നായിട്ട് പാടി. ഇങ്ങനെ ഇരിക്കുക. ഇത് എത്ര മണിക്കൂർ വരുമെങ്കിൽ നമ്മൾ എത്രത്തോളം ഇരുന്ന് ഈ യോഗ വജ്രാസനം ചെയ്യുന്നു അത്രയും നമുക്ക് ശരീരത്തിനൊരു പുതിയ ഉണർവ് കിട്ടുവാണ്. മൈൻഡിന് നമ്മുടെ ചിന്തകളെ നല്ല രീതിയിൽ പോകും. ഏതോ ഒരു ശക്തി നമുക്കുണ്ടെന്ന് മോനറിയാമല്ലോ, ഓൾമൈറ്റി ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പദ്മാസനമാണ്. പദ്മാസനത്തിലാണ് മെഡിറ്റേഷൻ, ധ്യാനം. ഏതേലും നമ്മൾ ആരെങ്കിലും മോന് വിശ്വാസമുള്ള ഒരു ദൈവങ്ങളോ മോന് വിശ്വാസമുള്ള എന്തുവാണ് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ധ്യാനം. അതിന് ഇംഗ്ലീഷ് പറഞ്ഞത് നമ്മുടെ ഹിന്ദി ഇത് പറയുന്ന മലയാളത്തിൽ പറയുന്ന പദ്മാസനം. ഇംഗ്ലീഷ് മെഡിറ്റേഷൻ ഉള്ള പൊസിഷനാണ്. പദ്മാസനം. പദ്മാസനം.
പത്മാസനം താമരയുടെ പോസ്. നമ്മൾ നേരെ ഇരുന്നു, നേരെ ഇരുന്നു. ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമുക്ക് പ്രത്യേക സമയം എടുക്കാതെ തന്നെ മോനെ വാച്ച് ചെയ്യുവോ, ടി വി കാണുവോ, ടോക്ക് ചെയ്യുവോ, ഇതെല്ലാം നമുക്ക് ഈ പൊസിഷൻ സന്തോഷമായി. മോന്റെ ക്ലാസ് നേരം നമ്മൾ ഇന്ന് നിർത്തുവാണ്. ഞാൻ ചെയ്തതൊക്കെ മോൻ മുടങ്ങാതെ ഈ യോഗ ചെയ്യുക. അതാണ്. താങ്ക് യു അങ്കിൾ, എന്നെ ഒന്ന് പഠിപ്പിച്ച. മോനെ നമസ്കാരം. നമസ്തേ മോനെ. ടീച്ചറെ നോക്കിയിരിക്കുകയായിരുന്നു. ടീച്ചർ വന്നിട്ട് എന്താ ടീച്ചർ വന്നിട്ട് ഇരുന്ന് ടീച്ചറെ ഭയങ്കര ഇഷ്ടം. എന്റെ ഓപ്പൺ പറയാറുണ്ട്. ഇല്ല എന്റെ ഓപ്പൺ പറയാറുണ്ട്. നിനക്കൊരു ഗുണം വേണം, നീ ഒരു കല്യാണം കഴിക്കും. എനിക്ക് ടീച്ചറിന് ഭയങ്കര ഇഷ്ടം. ടീച്ചറിനെ അങ്ങനെ കറക്റ്റ് ചെയ്യണം. എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്നാ ടീച്ചർ എനിക്ക് നമ്പർ അതെന്തിനാ നമ്പർ? ചുമ്മാ വിളിക്കാൻ വേണ്ടി. നമ്പറൊക്കെ തരാം, പക്ഷെ താന് എപ്പോഴും എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. അതൊന്നുമില്ല. ഏതാ എന്റെ നമ്പർ? കേട്ടി കേട്ടി. ഓക്കെ. എന്റെ ദൈവമേ, ഈ കുഞ്ഞെന്താ വഴി കാണിക്കുന്നത്? ഞാൻ പടപ്പായവനെ കൊണ്ട് മമ്മി, ഞാൻ എനിക്കൊരു കുഴപ്പമില്ല. അവന് കൊച്ചു പയ്യനല്ലയോ? അവന് സ്വല്പം ഒരു ബുദ്ധിമാനം ഉണ്ടെന്ന് പറഞ്ഞൊക്കെ സമ്മതിച്ചു. എന്നാലും ഇങ്ങനെയൊക്കെയാണോ ഒരു കൊച്ചു പിള്ളേരോട് ചെയ്യുന്നത്? എന്റെ ഒരേ ഒരു മോനല്ലയോ? ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടോ എനിക്ക് എന്നെ പറ്റി എന്നെ കർത്താവേ, എനിക്ക് എന്നെ പറ്റി എന്നെ പറ്റി ആരുണ്ടോ, എന്നെ ആരും നോക്കുമല്ലോ. അതിന് ഇംഗ്ലീഷ് പേപ്പറിൽ വന്നേ. അതിന് ഇത്രയും വലിയ പരിജ്ഞാനമൊക്കെ ആണല്ലോ അളിയാണ്. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കട്ടെ. കോണോത്തിക്കുത്ത് ഏത് സ്ഥലമാണ് ഇത്? ഓഹോ, കണക്റ്റിക്കട്ടിലാണ് ഇവിടെ കോണോത്തിക്കുത്ത് എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷ്. മസ്കുട്ടോസ് അതെവിടെ? മസ്കുട്ടോസ് അല്ലയാ, മൻഹാട്ടൻ. ഓ മൻഹാട്ടൻ. അറിയാ, അതിന് ഇംഗ്ലീഷ് അറിയാം. ഇപ്പൊ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം തന്നെ അറിയാ. നമിക്കുന്നു. നീ ഒരൊറ്റ വ്യക്തിയാണ് അവനെ ഇത്ര വഷളാക്കിയത്. ഇപ്പൊ അവനെ പറയുന്നത് കേട്ടോ, ഒരുത്തരം കൂടെ പോയി താമസിക്കുന്ന അവന്റെ മതം കൂടെ സ്വീകരിക്കാൻ പോകണം. കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടല്ലേ കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചത്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് വല്ലതും വേണം പുലപ്പൻ, അല്ലാതെ കാണാത്തതൊക്കെ വെറുതെ പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ഭാവി പോലും നിങ്ങൾ കളയാനുള്ള ഒരുക്കത്തിലാണ്. ഓ ഇതാരേ ജോണിച്ചായനോ?
ഞാൻ ഇവിടെ വിശേഷം. ഓ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ചായ. എന്നാ ചായനൊന്ന് ഇരിക്കച്ചാ. ഇവിടെ ഒരു പൊട്ടലും ചീറ്റലും ഉണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ ജോണിച്ചാനെ വിളിച്ചത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. മോൻ ഒരു കൗൺസിലിംഗിന്റെ ആവശ്യത്തിനായിട്ട് ജോണിച്ചാനെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ഇന്ന് രാത്രി ആരോട് എന്നെ വിളിക്കണമല്ലോ. പെണ്ണായിട്ട് അവളാണോ ഫോൺ എടുത്തേ? ബേബി അയ്യോ അങ്കിളായിരുന്നോ? ഓക്കെ അങ്കിൾ ആരടാ? അങ്കിൾ വരുന്നുണ്ടോ? ഓക്കെ 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 അങ്കിള് ഞാൻ വരാം ഓക്കെ. അങ്കിളിപ്പോ എവിടെയാ? ഞാൻ കണ്ടില്ലല്ലോ. അങ്കിളിവിടെ ഇങ്ങോട്ട് വന്നില്ല. ഇവിടെ ഈ സ്റ്റെപ്പ് ഒന്ന് കയറി മാത്രം ഇവിടെ. ഹായ് അങ്കിളെ, എന്തൊക്കെയുണ്ട്? ആൻറ്റിയും പിള്ളേരൊക്കെ It's my uncle. Hi. Yeah. Uncle is my friend. Yeah. Anu. Pradeep. Guys, we have to talk something. Could you please ask for some time? Yeah, sure. Funny. എന്നെ വിളിപ്പിച്ച കാര്യം ഞാൻ പറയാം. ഈ ഭയങ്കര പുകവലി, ഭയങ്കര കഞ്ചാവും ഒക്കെയാണെന്ന് നേരാണ്. നിന്റെ പേരൻസ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നീ ഒന്ന് ഓർക്കണം. നിനക്ക് സമയം കിട്ടുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കും. ട്രൈ ചെയ്തത് നിന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചത്. ഞാൻ എൻ്റെ ഡാഡിയോട് പറഞ്ഞാണ്, പക്ഷെ അവർ പറഞ്ഞ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും അതുപോലത്തെ സ്ഥാപനങ്ങളെന്നെ കൊണ്ടുവിടാമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങളൊരിക്കലും പറയുകയാണ്. ഞാൻ ഇവിടെ നമ്മൾ എന്ത് പറയുന്ന ഓർത്തും ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പോകണം. നീ ഇങ്ങനെ ഒരു മാറ്റം ആഗ്രഹിച്ചല്ലോ, അത് തന്നെ പാർവമാതാവിന്റെ അനുഗ്രഹം. മോനെ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ വന്നത്. അടുത്ത ആഴ്ച സോഷ്യൽ വർക്കേഴ്സ് വരുന്നു. അവര് ഇതിന്റെ ഇവാലുവേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്ത് അവർ വന്നു കഴിയുമ്പോൾ നീ ചോദിക്കുന്നതിന് ഉത്തരം മാത്രമേ പറയാവൂ. കൂടായിട്ട് അവരോട് പെരുമാറും. ഇതെല്ലാം കമ്പ്യൂട്ടറിലേക്ക് പോകുന്നതാണ്. നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ അവർ നിനക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കഴിയുന്നത് അവരുമായിട്ട് സഹകരിച്ച് വേണം ചെയ്യാൻ. അവർ വരുമ്പോൾ ചെയ്താൽ മതി. ഈ ടേബിള് മുഴുവനും കഞ്ചാവും സിഗരറ്റും മറ്റു സാധനങ്ങളും ഒക്കെ ആണല്ലോ. അവർ പറയുമ്പോൾ ഇതൊന്നും ഇവിടെ കാണരുത്. എല്ലാം ഇവിടെ നിന്ന് മാറ്റിയേക്കണം. ഞാൻ എല്ലാം മാറ്റിക്കോളാം. അവർ വരുന്ന സമയം ഞാൻ എല്ലാം മാറ്റി. ശരിയെങ്കില് ഞങ്ങൾ വിട്ടു. ഞങ്ങളുടെ കാര്യം മറ്റേ ആ കൗൺസിലിങ്ങിന്റെ കാര്യമാണ്. ശരിയല്ല വർഷം കാണും. ജോണി എന്നോട് പറഞ്ഞിട്ട് സണ്ണിയുടെ മാത്രം പ്രശ്നമല്ല ഇത്. ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ഓൾമോസ്റ്റ് സെയിം പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ സാരമില്ല, ഇതിലൊക്കെ ഒരു മോചനമുണ്ട്. എല്ലാവരും 99% ആൾക്കാരും റിലീഫായിക്കൊണ്ടിരിക്കുകയാണ്. റിലീഫായി കഴിഞ്ഞവരുമാണ്. പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം എന്നെ കണ്ടുകൊണ്ടുള്ള പ്രശ്നമാണോ? അത് അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മീൻസ് പെർഫെക്റ്റ് അല്ലെങ്കിലും എന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല. ആക്ച്വലി ഞാൻ യൂറോപ്പിൽ പഠിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ടോപ്പറാണ്. അപ്പോൾ എല്ലാ പ്രൊഫസറിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കഴിയുന്നത് മുതൽ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ തന്നെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ സോബറാണ്, ഞാനൊന്നും കുടിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വയ്യായിട്ട് ഞാനിപ്പോൾ അങ്കിളിനെ മീറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ഞാനിവിടെ
അങ്ങനെ കൂട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഇപ്പോൾ സമയമായി. സണ്ണിക്ക് ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. പറഞ്ഞതുപോലെ തന്നെ ഇനി അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ശരി. അങ്ങനെ ഞാൻ കോൾ ചെയ്യാം. അറിയാ ആ മൂദേവി ഉണ്ടല്ലോ, ആ സോഫിയ എന്റെ തലയിൽ ജീവിതം ആൾക്കാരല്ലോ. അതെ, അങ്ങനെ പറയുന്നത് എങ്ങനെ പറയണോ? സോഫിയെ കെട്ടിയിട്ടാണ് അളിയനോട് വന്നത്. അളിയനൊരു നല്ല ജീവിതം കിട്ടിയത്. നാട്ടിൽ അളിയൻ അവിടെ തെളിഞ്ഞ് നടക്കുമല്ലായിരുന്നു. ഓ, നീ പണമതിയാരോ ഒന്നും പറയണ്ടോ. ഞാൻ എങ്ങനെ ആയിരുന്നാലും അവിടെയും ജീവിച്ചു, ഇവിടെയും ജീവിച്ചു. എന്റെ കുറച്ച് തിക്ത അനുഭവങ്ങളുണ്ടോ. ഇത് അമേരിക്കയാണ്. നാട്ടിലെ പോലെ ഇവിടെ എല്ലാ സൗകര്യവും. സോഫിയെ കെട്ടിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഈ എല്ലാ സുഖങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? എന്നിട്ട് സോഫിയെ കുറ്റം പറയുന്നത്. സോഫിയെ കുറ്റം പറഞ്ഞതല്ല, ആ ചെറുക്കന്റെ കാര്യം നിന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞില്ല, വന്ന കുട്ടിയാണെന്ന്. എന്ത് ചെയ്യാനാ, ഞാൻ വന്ന് പെട്ടില്ലയോടോ. എന്നാലും എന്റെ ഒരു പഴയ ജീവിതം കൊണ്ടിടോ. ഇതിലേക്കല്ലടാ, നേരെ വഴിയില്ല. അത് പേടിച്ചിട്ടാണ്. ഉണ്ടാണ്ടോ ആടാ. ആദ്യം മോളി കയറാം. എന്തായാലും പറഞ്ഞ കേൾക്കും. ഒന്ന് പൊക്കിത്താ. ഓ, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ല. ലൈറ്റ് ഓഫ് ചെയ്യും. പതുക്കെ പതുക്കെ. എവിടെയാണ്? വാ, നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെയാണെന്ന് തോന്നുന്നു. കേറുവാ, ഇവിടെ ആയിരിക്കും വച്ചിരുന്നത്. നീ എന്തിനാ വന്നത്? ഇഷ്ടെടുക്കാൻ വന്നതാണോ? തപ്പടാ, തപ്പിക്കൊണ്ടിരിക്കല്ലേ. പിന്നെന്താ? അടിയിലൊക്കെ നോക്ക്. താക്കോല് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതും തപ്പി പിടിച്ചോണ്ടാണോ കളവനും കളവത്തി അമേരിക്കയ്ക്ക് കടന്നത്? ഓ, എന്റെ അലക്സയെ നമ്മൾ എന്ത് വിവരക്കേടാണ് കാണിക്കണമെന്ന് അറിയാവോ? എന്ത് വിവരക്കേട്? എടാ, നിനക്ക് ഇപ്പോഴാണോ ബോധം ഉണ്ടായത്? അന്ന് പറഞ്ഞു നീ എന്റെ കൂടെ ഉണ്ടാവുന്നല്ലേ. കല്ലിന്റെ മുകളിൽ പറ്റിപ്പോയി അവസാനം. ഓ, തപ്പ് നോക്ക്. ഇവിടെ ഇല്ല. ആരാ ചേട്ടാ? കുര്യച്ചനെ വിളിക്കുന്നത്. കുര്യച്ചനോ? എടുക്കണോ? എടുക്ക് എടുക്ക് എടുക്ക്. മണ്ട വേണ്ട. പിന്നെ എടുത്താൽ പ്രശ്നങ്ങളാണ്. മറ്റേ കേസാണ് ഇത്. നമുക്ക് വേണ്ട. അലക്സ് ദേ ഫോൺ അടിക്കുന്നു. പിന്നെ വരണു. എന്തൊരു വിളിയാണ് ഇതൊക്കെ. കട്ടിട്ടെ. വീണ്ടും കുര്യച്ചനാണല്ലോ. ഓ, ശരിക്കും നോക്കടാ. അലക്സേ, കറണ്ടും പോയല്ലോ. എന്റെ അലക്സേ, കറണ്ടില്ലാതെ ഇവിടെ കിടന്ന് കഥകളി കാണിക്കാതെ വാ, നമുക്ക് നാളെ പോയി നോക്കാം. നാളെ നോക്കാന്ന്. അത് പറ്റില്ല. നാളത്തേക്കുള്ള കാര്യമുള്ളത്. നമുക്കിത് ഇപ്പൊ തന്നെ ചെയ്യണം. നീ പോയ രൂപക്കോടിന്റെ അടുത്തുനിന്ന് എഴുതിയെടുത്തിട്ട് വാ. ആ, അത് കൊള്ളാം. കർത്താവിന്റെ പെട്ടി കിടന്ന് ഈ കളത്തിലൊക്കെ കാണിക്കേണ്ടതല്ലേ. എന്താണോ ഇത്? നീ ഡയലോഗ് അടിക്കാണ്ട് പോയി കത്തിക്കടാ. എന്നാ ഞാൻ നോക്കാം. ചെയ്യാദ്യം.
അലക്സേ, എടാ അലക്സേ, എന്താ നീ അവിടെ കിടന്ന് ഒന്ന് വന്നടാ. കേറണ ദേ കറണ്ട് വന്ന് നോക്കടാ. എടാ നിന്റെ അപ്പച്ചൻ സാമുവച്ചായൻ. അയ്യോ എന്റെ അപ്പച്ചൻ. നീ കണ്ടോടാ? ഞാൻ മഹാഭാവിയാടാ. പോട്ടെടാ. എന്റെ അപ്പച്ചൻ, ഞാൻ മഹാഭാവിയാടാ. അലക്സേ, ഞാൻ മഹാഭാവിയാടാ. സാരമില്ല അലക്സ്. എനിക്ക് വയ്യ. വാ എഴുന്നേൽക്ക്. എന്റെ ദൈവമേ. താനൂടെ ഇരി. കർത്താവേ, അലക്സേ, എടാ ഇത് ആധാരാണ്. ആധാരാണ്. ഇത് നിന്റെ പേര് എഴുതി വച്ചിരിക്കുന്നതാണ്. അതെടോ? നീ വായിക്കടാ. 2005 ആണ്ട് മെയ് മാസം 30-ാം തീയതി കേരള സംസ്ഥാനത്ത് കോട്ടയം ജില്ലയിൽ ഊട്ടമ്പലം വില്ലേജിൽ കഞ്ഞിക്കുഴി താന്നിക്കൽ ചാക്കോ ജോൺ മകൻ ചാച്ചപ്പൻ, ബിസിനസ്, 68 വയസ്സ്, ആധാർ നമ്പർ 60 65 22 50 28 86, പാൻ നമ്പർ 7EPA 9033P, കേരള സംസ്ഥാനം കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ ഊട്ടമ്പലം വില്ലേജിൽ ദേവലോകം കരയിൽ കുരിശുമൂട്ടിൽ സാമുവൽ മകൻ കുരിശുമൂട്ടിൽ അലക്സ്, 42 വയസ്സ്, പാൻ നമ്പർ PYGPN 2025, ആധാർ നമ്പർ 568707431632, പേർക്ക് എഴുതി കൊടുക്കുന്ന തീരാധാരം. എന്റെ അപ്പച്ച, എന്നോട് ക്ഷമിക്കുക അപ്പച്ച. അലക്സേ, ആശ്വാസമായില്ലേ? ഓ, എന്തൊരാശ്വാസം. ഇനി എന്താണ് വേണ്ടത്? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്റെ കർത്താവേ. ഒരു കിലോ അല്ലേ? $700 കിറ്റ് തരാട്ടാ. 300. ഹലോ ആൻഡ്രൂ, 1 കിലോ. ഹലോ, 1 കിലോ അല്ലേ? ആ കാലിൻ്റെ ഭാഗത്തുനിന്ന് തൊട്ടോ, സോഫ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? എന്നാ നമുക്ക് എടുത്തോ. ഒരു 2 കിലോ നെയ്യില്ലാത്ത എടുത്തോ. തരാട്ടാ, ഇയാൾക്കൊന്ന് കൊടുത്തു തരാം. അത് മതി. എന്താ അലക്സേ, ഇറച്ചി വാങ്ങിക്കാൻ വന്നതാണോ? ഇറച്ചിയിലായിട്ട് പച്ചക്കറിയാണ് വിൽക്കണത്. അല്ല, നിങ്ങൾ ഊട്ടിയിൽ കറങ്ങി നടക്കണമെന്ന് കേട്ടല്ലോ. ആ, ഞാൻ ഊട്ടിക്ക് പോയി. ഇവിടെ എന്നെക്കാളിലും കൂടുതൽ നിങ്ങൾക്കല്ലേ അറിയാവുന്നത്. നിങ്ങൾക്ക് എന്താ ആവശ്യം അതൊക്കെ അന്വേഷിക്കാൻ. താൻ ഇറച്ചി വാങ്ങാൻ വന്ന ആളാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊള്ളണം. മറ്റുള്ളവരുടെ മെക്കട്ടൊന്നും കയറണ്ട.
എനിക്ക് ക്ലാസ് ഒക്കെ ഉള്ളതാ. ഓ, പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകനോട് ഇവ വർത്താനെന്ന് പറയരുത്. എത്ര? അല്ല, ഞാൻ പറഞ്ഞാലേ നാട്ടുകാരൊക്കെ പറഞ്ഞ നടക്കാണ്. ഓ, നാട്ടുകാർക്കാണോ എന്നെ പറ്റി കൂടുതൽ അറിയുന്നത്? ഇത് നോക്കിയേ, ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ പറ. ഇവരെ വേലാണെന്ന് നമ്മളടുത്ത് അറിയില്ലേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തോക്കി പറയടൂ, അല്ലാതെ. കാശ് തന്നല്ലേ, ബാക്കി എടുത്താ വേഗം ആവട്ടെ. എനിക്ക് പോയിട്ട് വല്ല കാര്യങ്ങളിലാണ്. ആ, നിങ്ങൾക്കൊക്കെ എന്തിനു സൂക്കടാ? അദ്ദേഹം ദുബായിലോ കാശ്മീരിലോ എവിടെയെങ്കിലും പോട്ടെന്ന്. നാട്ടുകാരുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ. നമ്മളെ മലയാളികളുടെ ഒരു കുഴപ്പം ഇതെന്ന് മനസ്സിലായ? അത് മാറില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കടോ. ആ, ആ ടീച്ചറെ പറയൂ. ആ പറഞ്ഞോളുന്നേ. മനസ്സിലായി. എന്ത് ഞെട്ടാനോ? രാവിലെ തന്നെ എന്തിത്ര ഞെട്ടാൻ? വാട്സപ്പ് ഗ്രൂപ്പിലോ? ടീച്ചറെ, എന്റെ ഭർത്താവിനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്ത്? എന്നാ ടീച്ചർ ആ ഫോട്ടോ ഒന്ന് എനിക്ക് വിട്, ഞാൻ നോക്കട്ടെ. ഊട്ടിക്കോ? ടീച്ചർ അതിയാൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനോ? ഞാൻ ഒരു 2-3 ദിവസം തിരുവനന്തപുരത്ത് ട്രെയിനിങ്ങിന് പോയിരുന്നു. എന്ത്? ഇതിപ്പോ എന്തിനാ എന്റെ കൂടെ വരണേ? ആ ജോസേട്ടാ, എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ജോസേട്ടാ. ഒന്ന് അന്വേഷിച്ച ആരാന്ന്? എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ട് ഉടൻ വരും. എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല. ഇച്ചായനൊരു ഓട്ടം വിളിച്ചിട്ട് വാ. എനിക്ക് തല കറങ്ങണ ദൈവമേ. ഇവർക്കൊക്കെ എന്തിന്റെ സൂക്കടാണ്? എന്താണ് വിഷയം? ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? ഭാഷ എന്നല്ലേ പറയണേ? കള്ളനെന്നും പറയുന്നുണ്ട് നാട്ടുകാർ. ആണോ? ആ, ഇതൊക്കെ ഇത്ര കാര്യമാക്കണോ? വേറെ കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ എന്ത് തന്നെ ആയാലും ഞങ്ങൾ അയൽവാസികളാണ്. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണം, അതല്ലെങ്കിൽ പറ്റില്ല. അത് വാസ്തവമായ കാര്യം. അത് ശരിയാണ്. നാട്ടുകാരെ, എന്നെ ഒന്ന് സഹായിക്കാം. എന്താ ടീച്ചറെ കേക്കണേ? എനിക്കൊന്നും പറയാനില്ല. എനിക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചു തരുമോ? ഞാൻ ഇവിടെ നിക്കണില്ല. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് പോന്നോ. എന്റെ ആങ്ങള ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് ഓട്ടോ കൊണ്ട് വരും. ആങ്ങളെ വന്നിട്ട് രണ്ട് പൂട്ടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോരെ എന്താ പ്രശ്നം? എന്താ? എനിക്കൊന്നും കേക്കണ്ട. അവിടെ നിന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. ഞാനാ പറയണേ, അവിടെ നിന്നോളണം. എന്ത് പറ്റിയടി? ആദ്യം ഇതാരെന്ന് പറ. എടി, ആരപ്പ പറ്റിയ നീ പറയുന്നേ? നിനക്ക് എന്ത് പറ്റിയടി? നിങ്ങൾ വേണ്ടാതീനം പറയാതെ മനുഷ്യ. ഇത് നോക്ക്, ഒരു നിഷ്കളങ്കം വന്നിരിക്കുന്നു. പണ്ട് എന്നോട് ആരും പറഞ്ഞതാ കെട്ടിയോ കള്ളനാണെന്ന്. അന്ന് ഞാനത് വിശ്വസിച്ചില്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഡാലിയ ടീച്ചർ ഇന്ന് രാവിലെ വിളിച്ച് വിട്ടു വന്നതാ. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരോ വിട്ടിട്ട്. നീ ഇറച്ചിയൊക്കെ പിടിച്ചേ രാവിലെ കടയിൽ പോയി ഇറച്ചി വാങ്ങാൻ പറഞ്ഞിട്ട്. ഇറച്ചി നിങ്ങളെ മറ്റോൾക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഒരിറച്ചി. ഇതാരാണെന്ന് വേഗം പറ. ഏത് തെവിടിച്ചി പറയ്. എന്താ നീ പറയണ? പ്രശ്നം പറയടി ആദ്യം. കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെ കറങ്ങി നടന്നിട്ട് വന്നേക്കണ്. എടി റോസി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. ആ മൊബൈലൊക്കെ തന്നേടി. എന്തോന്നാ നീ കണ്ടോണ്ടിരിക്കണേ? എന്താ പ്രോബ്ലം? കണ്ടോ കണ്ടോ? അതിന്റെ അടിയിൽ നോക്കിയേ, കൊഞ്ഞനം കുത്തി കിഴി കാണിച്ചിരിക്കണം കൊരങ്ങന്റെ ഫോട്ടോ. മുമ്പിലും സീറ്റ് ഒഴിഞ്ഞടക്കുന്നുണ്ട്. കണ്ടോ? എഴുതിയത് കണ്ടോ? അടുത്ത ഇമോജി നോക്കിയേ, കൊണ്ടടച്ച് അർത്ഥം വെച്ച് ചിരിക്കണ ഇമോജി.
ഊട്ടിക്കുള്ള വണ്ടിയായിരുന്നില്ലത്. ഞാനിവിടെ ഇല്ലതാനും 2 ദിവസം. എന്റെ ദൈവമേ, എന്റെ യാക്കോബേ, ഇത് മാരണമാണല്ലോ. ആ ഫോണിൽ അയ്യോ, എന്താ ഇതിനൊക്കെ പറയേണ്ടത് കാര്യങ്ങള്. അലേലിയാ സ്തോത്രം, അലേലിയാ സ്തോത്രം, അലേലിയാ സ്തോത്രം. എന്താ സഹോദരി കേൾക്കണേ? അലേലിയാ സ്തോത്രം, കർത്താവേ സ്തോത്രം. ഈ ദുഷ്ടാത്മാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഒരു അവസരം തന്നെ കർത്താവിനോട് സ്തോത്രം, കർത്താവേ സ്തോത്രം. അനിയ, താങ്കൾ ഒരു രാത്രി കള്ളനെ പോലെ പോണത് ഞാൻ കണ്ടു. ഇവിടെയും താങ്കൾ ഒരു കള്ളനായി. പക്ഷേ ഇതിന് ചെറിയ ഒളിവും മറയൊക്കെ വേണ്ടേ? ഇറങ്ങി പോടാണ്. എല്ലാവരും തന്റെ പോലാണെന്നോ നീ വിചാരിച്ചിരിക്കണത്? നിന്നെ ഞാൻ കണ്ടായിരുന്നു ഒന്ന്. താൻ തന്നെ പണി നോക്ക്. വിട് വിട്, എന്നെ ഉദ്ദേശിച്ച് ഉണ്ടാക്കാൻ വരണ്ട കേട്ടോ. ഇറങ്ങണം അങ്ങോട്ട്, ഇറങ്ങണം. എന്നെ ഉദ്ദേശിച്ച് വരാൻ നോക്കണേ എന്റെ അടുത്ത്. ഇനി ഇങ്ങോട്ട് കേറി പോകരുത്. എന്നെ ഉപദേശിച്ചൊന്നും ഉണ്ടാക്കാൻ വരണ്ട എന്റെ അടുത്ത്. അയാളെ തെറി പറഞ്ഞ് നിങ്ങൾ ഓടിക്കാൻ നിൽക്കണ്ട. ഓരോ വൃത്തികേട് ചെയ്യുമ്പോ ആലോചിക്കണായിരുന്നു. എന്റെ പൊന്നു റോസി, നീ എന്തായി പറയണേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനല്ല അത്. നീ ഒന്ന് മനസ്സിലാക്ക്. എന്റെ ദൈവമേ, ഇതെന്തു കുരിശാണാവോ? നിങ്ങളുടെ നാടകമൊന്നും എനിക്ക് കാണണ്ട. ഞാൻ പോവാ. നാടകം ഒന്നുമല്ല റോസി. എടി, നീ പോകരുത് മോളെ, നീ പോകരുത്. ഞാൻ പോകുന്നില്ല. പക്ഷെ ഈ വീട്ടിലേക്ക് കയറിയാല് മുട്ടുകാലി ഞാൻ ഇതുകൊണ്ട് അരിഞ്ഞളയും. നിങ്ങൾ അവളെ കൂടെ പോയി താമസിച്ചോ? ഓ മതി. പള്ളി പോയ പിള്ളേരിതൊന്നും അറിയണ്ട. എനിക്ക് നിങ്ങളെ കാണണ്ട. ഞാൻ പോവാണ്. മക്കള് വരുമ്പോ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരണില്ല. നീ പോകണ്ടാടി. റോസി, പോകല്ലേടി. ഓ, അളിയനാ, സമാധാനായി. കേറിപ്പോടി അകത്ത്. കാള പെട്ടെന്ന് കേട്ട ഉടനെ കയറുമായി ഇറങ്ങിയിരിക്കുന്നു. എന്താ അളിയ ഇത്? എന്റെ അളിയ, എനിക്കൊന്നും അറിയില്ല. ഇതെന്താ സംഭവിച്ചെന്നറിയില്ല. സത്യം പറയാണ് ഞാൻ. അതല്ല അളിയ, ഇതാണോ നിന്റെ കൂടെ വന്ന പെണ്ണ്? ഒന്ന് നോക്കിക്കേ. ഓ, എനിക്കറിയില്ല ഇവളെ. എന്റെ ജോസളിയ, എനിക്കറിയില്ല. ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. അത് സത്യം. നിന്നോടല്ലടി പറഞ്ഞു കയറി പോവാൻ. അളിയൻ ഇവളെ കണ്ടിട്ടില്ലായിരിക്കും, പക്ഷെ ഇവൾ അളിയനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ തൊഴിലുറപ്പിന് വന്നിട്ടുള്ള കുട്ടിയാണ് ഇവൾ. കുടുംബശ്രീയിലെ പ്രവർത്തകയാണ്. ഞാൻ സാറിനെ നേരത്തെ കണ്ടു. ആ, അപ്പുറത്തെ പറമ്പില് തൊഴിലുറപ്പിന് വന്നപ്പോഴാ സാറിനെ ഞാൻ കണ്ടത്. ഈ വീട്ടിൽ വെച്ചാ കണ്ടത്. അന്ന് ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. ചിലപ്പോ സാറിന് എന്നെ ഓർമ്മയുണ്ടായിരിക്കില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എവിടെ കൊണ്ട് നീ ബസ്സിൽ എങ്ങനെ കേറി? അല്ല, എവിടുന്നാ നീ കേറിയത്? എങ്ങനെ വന്ന എന്റെ സീറ്റിൽ നീ കയറി വന്നിരുന്നടി? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. മനുഷ്യന്മാരല്ലേ സാറേ, 1-2 പ്രാവശ്യം ഇതുപോലെ കണ്ടാൽ ഓർക്കൂലേ? അത്രേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച അർജന്റായിട്ട് മൂവാറ്റുപുഴയില് ഒരു സമ്മേളനത്തിന് പോയിരുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിലല്ലേ പോയത്. സാറിനെ കേറിയ പടയെ കണ്ടപ്പോ, എനിക്ക് പരിചയമുള്ള ആളെ കണ്ടപ്പോ ഞാൻ അവിടെ വന്നിരുന്നു. ഇതിപ്പോ വലിയ പുലിവാലാകുന്ന ഞാൻ വിചാരിച്ചില്ല. എന്താ അളിയ കത്തിയൊക്കെ കിടക്കണ ഇവിടെ? ഓ എന്റെ അളിയാ, ഇന്ന് ഇവിടെ നടന്ന പുകയില് ഒന്നും പറയണ്ട. അളിയാ, വെളിയെന്നാ നിൽക്കുന്നത്? വാ, അകത്തിരുന്ന് സംസാരിക്കാം. വാ വാ. ഓ, ഈ കത്തിയാണ് ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കിയത്. വാളിയാ. ആ, നീ ഇരിക്ക്. ആ, ഓ എന്തൊക്കെയാണെന്ന് നോക്കണേ. അല്ല പിന്നെ ജോസേട്ടൻ വന്ന് എന്നെ വിളിച്ച് ഈ പടം കാണിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ, ഈശ്വരാ, ഇതിപ്പോ ടീച്ചറെ ബാഗും കൊണ്ട് പോയാനെ. ഇവരുടെ ജീവിതം തകർന്നാനെ. എന്നാലും ഇങ്ങനെയുണ്ടോ മനുഷ്യര്?
അതല്ല ലീലേ. അതെ, ആ വാട്സപ്പില്ലേ, ആ വാട്സപ്പില് അതിട്ടവനെ വേണം തല്ലാൻ. അറിയോ, അവന്റെ അമ്മയുടെ ഒരു കമന്റും ഇമോജിയും. ഓ എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. ഇവന്മാരൊക്കെ കൂടി നമ്മളെ ഒന്നും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല. ഒരു നിവർത്തിയില്ല. ഓ ജോസേട്ടാ, ഇവിടെ കുറെ സദാചാര മാരണമുണ്ട് നാട്ടിൽ. ഇവന്മാരുടെ ആംഗ്ലിയോ പെങ്ങളെയോ എല്ലാം ഇതേപോലെ പടമെടുത്താല് അവർ വെറുതെ ഇരിക്കോ? അവന്മാരാരെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ കത്തിച്ചു കളയും. റോസി, ബാഗൊക്കെ വെച്ചില്ലേ, നീ വാങ്ങോട്ട്. അയ്യോ, എന്റെ ടീച്ചറെ, നിങ്ങളൊക്കെ ഇത്രയുള്ളൂ, വേറെ പണിയൊന്നുമില്ലേ? ജോസളിയാ, മുടിഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ. എന്നൊരു കാര്യം ചെയ്യ്, നമുക്കൊന്ന് ബാർ വരെ ഒന്ന് പോയിട്ട് വരാം. അളിയാ വാ. ഒടുക്കത്തെ ഇവിടോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒടുക്കത്തെ ഒരു ബസ് യാത്ര നീ കെട്ടിക്കാൻ. ഓ ഇതിവിടെ ഇരിപ്പുണ്ടല്ലേ, ഇറച്ചി ഇവിടെ ആകെ പാരമാണ്. അളിയാ, പിന്നെ എന്തിനത് വാങ്ങാൻ പറഞ്ഞത്? കഴിഞ്ഞില്ലേ? എന്താ ചെയ്തത്? ഇറച്ചി കളഞ്ഞ? ഓ, ഇറച്ചിനൂടെ ആകെ മരണമായത്. വാ നമുക്ക് പോകാം. തന്റെ ഒരു കാര്യം. അളിയൻ വാ, നമുക്ക് കണ്ടു വീശിട്ട് വരാം. അതെ, ആ ഇറച്ചി തന്നേച്ചപ്പോ കേറി പൊക്കന് മുമ്പിന്ന് അവളുടെ ഇറച്ചി. പോട്ടളിയാ. ഇറച്ചിയോ? അതാ കുപ്പത്തൊട്ടില് കിടപ്പുണ്ട്. വല്ല പട്ടിയെങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടാവും. എന്റെ ലീലേ, നിനക്ക് വേറെ എവിടെ ഉണ്ടായിരുന്നില്ലേ കേറിയിരിക്കാനായിട്ട് ബസ്സില്? എന്റെ ടീച്ചറെ, നിങ്ങൾ ഇത് വിട്ടില്ലേ? സണ്ണി, വാ നമുക്ക് പോവാം. ടീച്ചർക്ക് എന്നെ മനസ്സിലായോ? സണ്ണിയല്ലേ? ആ, അപ്പൊ മനസ്സിലായല്ലേ? വാലില്ലേ, പോവാം. അങ്ങനെ എൻ്റെ ജീവിതം കൊണ്ടാട്ടാൻ കാര്യം നാട്ടിലത്തെ വഴക്കും വയ്യാവേലിയൊക്കെ പെണ്ണും പിള്ളയുമായിട്ട് ഉടക്കി. അവൾ ഡൈവോഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോയി. രാത്രി എൻ്റെ രാത്രിയായിരുന്നു. ഇവിടെ പേപ്പർ വെച്ചിരുന്ന കാണത്തില്ല. നമ്മളെവിടെയെങ്കിലും കൊണ്ട് വെക്കുക, അത് പിന്നെ വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കും. ഞാൻ ഇവിടെ ഒരു പേപ്പർ വെച്ചിരുന്നു, അത് എവിടെ കൊണ്ട് വെച്ചിരുന്ന തെറുതി പിടിച്ച് എവിടെയെങ്കിലും മാറ്റി പോകുന്ന സമയത്ത് എന്തായാലും വെച്ചിരുന്നു കഴിഞ്ഞാൽ കാണാൻ. എന്തിനാ കിടന്ന് അലക്കുന്നത്? എന്താ നിങ്ങളുടെ പേപ്പർ എടുത്ത് വെക്കല്ലേ എന്റെ തൊഴില്? പറയുന്ന കേട്ടപ്പോന്നും ഈ കുടുംബത്തിന് വേണ്ടി അതാണ് എന്താ എഴുതിയ പേപ്പറാണെന്ന്. കണ്ടവന്റെ പിള്ളേർക്ക് വേണ്ടി എന്തോ ചെയ്തു കൂട്ടാനില്ലേ? ഇവിടെയും ഉണ്ട് ഒരു മകനെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? നിനക്കെന്നെ അറിയാവുന്നതല്ലേ? ഞാനൊന്നും കണ്ടില്ല നിങ്ങളുടെ പേപ്പർ ഒന്നുമില്ല. ഞാൻ ഇവിടെ വെച്ചിരുന്ന ഇതിന്റെ അകത്ത് വെച്ചിരുന്ന പേപ്പറാണ്. ഈ ടേബിളിനകത്താണ് വെച്ചിരുന്നത്. നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ ഒരു പേപ്പറും കണ്ടില്ല. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ സാറേ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ആ പയ്യന്റെ കാര്യം. അപ്പം സാറ് പറഞ്ഞ പോലെ ഞാൻ ഫോളോ ചെയ്ത് ഇത് ബിന്ദു, ഇത് ജോജി. ഓക്കെ, ബിന്ദു ആ പയ്യന് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് തെറാപ്പി ചെയ്യുന്നത്. ഇതിലൂടെ യോഗയും ചെയ്യുന്നുണ്ട്. റിയലി നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അവരുദ്ദേശിച്ചതിനേക്കാളും പെട്ടെന്ന് ഒരു വളർച്ച ആ കുട്ടി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അത് സാധാരണ മനുഷ്യനെ പോലെ അവന് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. കാരണം ബിന്ദു പറയുന്നു, ബിന്ദു എന്തൊക്കെ മ്യൂസിക് നോട്ട്സുകൾ കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നു. അത് പെട്ടെന്ന് തന്നെ അവനത് പെട്ടെന്ന് ബൈഹാർട്ടായിട്ട് അവനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു മ്യൂസിക് കോൺസെർട്ട് പോലെ ഇവിടെ അടുത്ത് നടക്കുന്നുണ്ട്. അവിടെ ആ കൊച്ചിന് നമുക്കൊരു ചാൻസ് കൊടുക്കാം. ഒരു കോമ്പറ്റീഷൻ രംഗം പോലെ നമ്മൾ രൂപീകരിച്ചിട്ട് അതിനകത്ത് ആ കൊച്ചിന് നമുക്കൊരു അവസരം കൊടുക്കാം. മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അവന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്യുന്നത്. ഓക്കെ.
കരുതലോടെ അവിടെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് ആണ്. So we will go ahead. Okay, let's ride. Okay. സോഫിയ, ഞാനൊരു കാര്യം പറയാം. നാളെ നീ എൻ്റെ കൂടെ ഒന്ന് വരണം. നമ്മുടെ മോന്റെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നാളെ. നമ്മൾ പിന്നെ പലവിധ ട്രെയിനിങ്ങിൽ കൂടി കടത്തിപ്പോയി. നല്ല എല്ലാ ട്രെയിനിങ്ങും പാസ്സായി. അവൻ്റെ ബുദ്ധിയെല്ലാം തിരിച്ചു വന്നു. അവൻ നാളെ പാട്ട് പാടാനായിട്ടുള്ള ഒരു അരങ്ങേറ്റം കുറിക്കുക. എൻ്റെ കൂടെ വന്നേ പറ്റും. അതാണ് വലിയൊരു കാര്യം. നിങ്ങൾ തന്നെ അങ്ങ് പോയാൽ മതി. എനിക്ക് അത് വലിയ വിശ്വാസമൊന്നുമില്ല. മടങ്ങി പോകാൻ നീ ഒരു അമ്മയാണോടി സോഫിയ? എവിടെ മടങ്ങി വന്നു? അവന്റെ വൃത്തക്കേട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിക്കും. മനസ്സിലായോ? അവൻ ബുദ്ധി ഇച്ചിരി കുറഞ്ഞതേ ഉള്ളൂ. ദൈവം കൊടുത്ത ചില ടാലന്റുകളുണ്ട്. അവന്റെ പാടാനുള്ള കഴിവിനെയാണ് നമ്മൾ അവസാനം നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ അരങ്ങേറ്റം കുറിക്കുമ്പോൾ അവൻ പൂർണ്ണമായ വ്യക്തിയായിട്ട് മാറുകയാണ്. പല നേതാക്കന്മാരും അവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ കൗൺസിലേറ്റിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അസംബ്ലിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അലക്സ് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ വരാം. അലക്സ് വിഷമിക്കണ്ട. ആ ഒരു കാര്യം വിഷമമുണ്ട് സെന്റ് സോഫിയ. അവനെ ഇനിയെങ്കിലും സ്വന്തം മകനായിട്ട് നീ ഒന്ന് കൺസിഡർ ചെയ്യുക. അവനോടൊന്ന് ഇടപെടുക. അവൻ നമുക്ക് നല്ല ജീവിതം കൊടുക്കണം. നിനക്ക് നീ ഇത്ര നാളേ ഉള്ളൂ. അവന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ് നോക്കേണ്ടി. നിന്റെ സ്നേഹം ഞങ്ങൾക്ക് മറക്കാൻ പാടില്ല ആ സമയത്ത്. അപ്പൊ നമുക്ക് ഒന്നിച്ച് നമുക്ക് ജീവിച്ച് അവനെ നമ്മൾ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിപ്പിക്കണം. സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ മകനും എല്ലാവരുടെയും മകനായിട്ട് തിളങ്ങി നിൽക്കുന്ന ഡോണി, അവൻ്റെ കഴിവുകൾ നമ്മളെല്ലാവരും ഇത്രയും കണ്ടു. ഇനിയും അവന് ഇത്രയും കഴിവുണ്ടെന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രകാശനത്തിൽ കൂടെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അവനെ നമ്മളെല്ലാവരും ഒന്നിച്ചു പ്രോത്സാഹിപ്പിച്ചു. ഓട്ടിസം എന്ന് പറയുന്നത് നമ്മൾ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോത്സാഹനത്തിലൂടെ ആർക്കും ഇങ്ങനെയുള്ള അതിശയങ്ങൾ സംഭവിക്കാം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഈ കുട്ടിയെ ഒരു പുനർജീവനം ഉണ്ടാകാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് അവനെ അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്ക് ഡോണിയെ ഈ അരങ്ങിലോട്ട് ഒന്നോടെ നമ്മൾ അവനെ ക്ഷണിക്കുന്നു. ഡോണി, പ്ലീസ് കം. പ്ലീസ് കം ഡോണി, പ്ലീസ് കം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. എനിക്ക് മനസ്സിലായിരുന്നു കുഞ്ഞെ. അമ്മയോട് ക്ഷമിക്കണം. ഞാൻ
ഞാൻ നിന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ മനസ്സിലാക്കാനോട് വന്നു എനിക്ക് പറ്റിയിട്ടില്ലേ എന്റെ മോനെ കൈ കൊണ്ടായിരുന്നല്ലോടാ എനിക്ക് വയ്യായേ എന്റെ പറ്റില്ല ഇതാകുന്നുവെങ്കിൽ ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും ജ്ഞാനി തന്റെ ജ്ഞാനത്തിലും പ്രശംസിക്കരുത്. എല്ലാറ്റിന്റെ സാരം കേട്ടുകൊള്ളുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകലർക്കും വേണ്ടിയത്. സാറേ, ഞാൻ വിളിപ്പിച്ചത് ഏതായാലും ചവടക്കെല്ലാം കഴിഞ്ഞത്. അപ്പം ഇതിന് ആകെ എത്ര രൂപ എന്ന് പറയാൻ പോകും? നമ്മുടെ ഇന്നത്തെ ചെലവ് എന്തൊക്കെയായിരുന്നു? അലക്സ്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നാട്ടിലെ പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കവില കാര്യങ്ങൾ ഞാൻ അലക്സിനോട് പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ. ഇപ്പം നമ്മുടെ ഫ്യൂണറൽ സർവീസ് കംപ്ലീറ്റ് ഫ്യൂണറൽ സർവീസ് ആണ്. അതിൻ്റെ അകത്ത് അത് പിന്നെ പെട്ടി വരും. അതേപോലെ തന്നെ അവിടുത്തെ കംപ്ലീറ്റ് ഫ്യൂണറൽ ഹോം സർവീസ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, അങ്ങനെയെല്ലാം വരും. ഫ്ലവറിനൊക്കെ ഭയങ്കര വിലയാവും. ഇത്രയും വാങ്ങിട്ടായിരുന്നല്ലോ മാഷേ. അവിടെ 10-12 പൂവൊക്കെ വലിയ വലിയ കെട്ട് കണക്കിന് കൊണ്ടുവച്ചിട്ട് നമ്മുടെ പോവല്ലേ? അലക്സ, നിങ്ങൾ പറഞ്ഞത് രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നതല്ല. നിങ്ങളോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തതെല്ലാം. അതേപോലെ തന്നെ സിമിത്തേരിക്ക് വലിയ വില കൊടുത്താണ് നമ്മളിപ്പം വാങ്ങിയത്. അതൊക്കെ നിങ്ങളുടെ ഐഡിയ തന്നെയായിരുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. എൻ്റെ ഉദ്ദേശം എല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടി ഏതാണ്ട് ഒരു 36,000 രൂപയോളം വരുന്നുണ്ട് എല്ലാം കൂടെ. അതിനകത്ത് ഇപ്പം നമ്മളത് കഴിഞ്ഞിട്ട് കൊടുത്ത കോഫി, അതുപോലെ തന്നെ അതെല്ലാം എല്ലാം കൂടെ ഇൻക്ലൂഡാണ്. 35,000 രൂപ എന്റെ ഓരോ അച്ഛാ വല്ലാത്ത ചെയ്തായി പോയില്ല എന്റെ താമസാറെ. നീ പറഞ്ഞിട്ടെന്താ കാര്യം? താമസാറെ, എനിക്ക് അന്ന് ഇൻഷുറൻസിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ കൊടുത്തിട്ട് എനിക്ക് ഉടനെ നാട്ടിൽ പോകേണ്ടതാണ്. എനിക്ക് എന്റെ ഫോണെ കൊണ്ട് എനിക്ക് നാട്ടിൽ പോകണം. എനിക്ക് അങ്ങനെ വീട് വിൽക്കണം, ഇൻഷുറൻസിന്റെ ഫുള്ള് പൈസ കിട്ടണം, പല കാര്യങ്ങളുണ്ട്. അലക്സ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അലക്സിന്റെ വീട് വിൽക്കണം, നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല അലക്സാണ്ടർ ഇത്ര തെളിവ് പിടിക്കുന്നതെന്ന്. വേറെ എന്തെങ്കിലും ഉദ്ദേശമാണോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്റെ താമസാറെ, ഞാൻ എന്തിനും ഉദ്ദേശിക്കാം? എന്റെ ഭാര്യ മരിച്ചിട്ട് ഞാൻ നാട്ടിൽ മോണയോട്ട് പോകുന്നില്ല. ഞാനെന്തോ ഇപ്പം അലക്സാണ്ടർ തിരക്കാണെന്നുള്ള സാധാരണ അതുകൊണ്ട് അലക്സ് വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ ഇത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ പലർക്കും സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല. ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്താൽ ഞാൻ മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. സാറേ, എല്ലാം ശരിയാണ്. അപ്പം നമുക്ക് ഇപ്പം മറ്റന്നാൾ നമ്മൾ അവിടെ പോകത്തില്ലയോ? ഇൻഷുറൻസിന്റെ ഓഫീസിലും ടോണിയെ കാണാനെ കൊണ്ട് കാണാം. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇത് പറയണേ. തീർച്ചയായിട്ടും. ഓക്കെ. Have a seat. Thank you.
സ്റ്റീഫനെ ഞാൻ പറഞ്ഞ പാർട്ടി ഇതാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. അതെ അതെ ആ സിറ്റുവേഷൻസ് ഒക്കെ അറിയാമല്ലോ. എന്നിരുന്നാലും ചാർലി പറയും വിവരങ്ങളൊക്കെ കുറച്ചുകൂടി ഞാൻ പറഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ട് പറയും. ഓക്കെ ചാർലി, എന്താണ് ചാർലിയുടെ നിങ്ങളുടെ വീട് എവിടെയാണ്? എന്നോട് തോമസ് സാർ പറഞ്ഞെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ ചാർലി ഈ അദ്ദേഹത്തിന് എല്ലാ ഡീറ്റെയിലും കംപ്ലീറ്റ് വേണം, എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ വീടിന്റെ സ്ഥിതി എല്ലാം അറിഞ്ഞല്ലോ സ്റ്റീഫൻ സാർ. അപ്പൊ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട് വിറ്റിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം വീടിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എവിടെയാണെന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് നോക്കണം, അല്ലെ പറയാനൊക്കെ പറ്റും. തീർച്ചയായിട്ടും. എന്റെ പേര് ചാർലി സാമുവൽ. എന്റെ വീടിന്റെ നമ്പറാണ്. മോന്റെ ഫുൾ നെയിം മോന്റെ പേരിലല്ലേ വീടുള്ളത്? പുള്ളിയുടെ പേര് ഡോണി എം ഡാനിയൽ. വീടിന്റെ അഡ്രസ് 677 ഫ്രാങ്ക്ലിൻ അവന്യൂ, വെസ്റ്റ് ഹെംസ്റ്റഡ്, ന്യൂയോർക്ക്. ഇതാണ് വീടിന്റെ അഡ്രസ്. ഈ വീടാണ് നമുക്ക് വയ്ക്കേണ്ടത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഞാനിത് ലിസ്റ്റ് ചെയ്ത് നമുക്ക് എത്രയും വേഗം ഈ വീട് വിൽക്കാനുള്ള കാര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സാറിന്റെ ലീഗലിന്റെ ആൾക്കാരുടെ വല്ല അറിയാമെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് തീർച്ചയായിട്ടും ഞങ്ങൾ റെഫർ ചെയ്യാം. ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. ഞങ്ങളോട് അങ്ങോട്ട് പോയി കണ്ടേക്കാം. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. അതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീടിന്റെ ലിസ്റ്റിങ്ങും വിൽക്കുന്നതിനുള്ള പ്രൊസീജിയർ നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്നതിനോടൊപ്പം നമ്മളെ ലീഗലായിട്ടുള്ള അതിന്റെ ആസ്പെക്ട്സിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. നാട്ടിലെ തിരുവല്ല. ഞാൻ ഇതാണ് മലബാറിലാണ്. കോഴിച്ചാൽ എന്ന് പറയും. നമ്മൾ കുഗ്രാമത്തിൽ നിന്നാണ് വന്നത്. ഇവിടെ അങ്ങോട്ട് സെറ്റിലാകാൻ വലിയ ബുദ്ധിമുട്ട്. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. സാറേ നമുക്കറിയാം. സാർ പറഞ്ഞ ഓഫീസിലോട്ട് ഞങ്ങളൊന്ന് പോയിക്കോട്ടെ. ഞാൻ അഡ്രസ് ഞാൻ വിളിച്ചു പറഞ്ഞു. എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണേ. നാട്ടിൽ പല കാര്യങ്ങളുണ്ട്, അത് തീർക്കാൻ വേണ്ടി. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റൊക്കെ നല്ലത്. നമുക്ക് എത്രയും വേഗം വീട് വിറ്റ് നല്ല പ്രൈസ് തന്നെ അത് കൈകാര്യം ചെയ്യും. Thank you very much, sir. Thank you. All the best. Okay. Sorry for your loss. Okay. Okay. ചാർലിക്ക് ഇവിടുന്ന് പണം ലീഗലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചാർലിക്ക് പലതും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ലീഗലായിട്ട് നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും കാണിച്ച് ചാർലിക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ നമ്മൾ വേറൊരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഓൾവേസ് ബെറ്റർ നമ്മൾ ലീഗലായിട്ട് എന്തും ചെയ്യുന്നതാണ് ബെറ്റർ. സാറേ, ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് പൈസ അവിടെ ചെന്നിട്ട് വേണം മോൻ്റെ കാര്യങ്ങളൊന്നും ശരിയാക്കാൻ വേണ്ടി. അവനിപ്പോൾ ഇച്ചിരി ഓക്കെ ആയിട്ട് വരികയാണ്. അവന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. എന്തെങ്കിലും ബിസിനസ് പരമായിട്ടോ എന്തെങ്കിലും എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ടോ ഒരു വരുമാന മാർഗ്ഗം അവന് കിട്ടണം. അപ്പം അതിനു വേണ്ടി അല്ല എനിക്ക് കൊണ്ടുപോയി പിടുങ്ങിത്തരാനൊന്നും അല്ല സാറേ. എനിക്കും അവിടെ വസ്തുക്കളൊക്കെ ഉണ്ടേ. അത് കോഴിച്ചാലിലാണെന്നേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എനിക്ക് നാട്ടിൽ പോകണം മോനെ കൊണ്ട്. അറിയാൻ പാടില്ല. കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞ പോലെ ലീഗലായിട്ട് പ്രൊസീജിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ശേഷം പോകുന്നതായിരിക്കും. എന്നാലും എത്ര മാസം എടുക്കും എനിക്ക് ഇവിടെ നിൽക്കണം? ലീഗലായിട്ട് നമുക്ക് എന്തായാലും ഒരു അറ്റോർണി ഉണ്ടല്ലോ, ലീഗലായിട്ട് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. മലബാറിൽ നിന്ന് വന്ന ആളാണ്. സാർ ഒരു മാസം കൊണ്ട് എനിക്ക് ഈ കാര്യം ചെയ്തു തീർക്കണം. എനിക്ക് പൈസ കൊണ്ട് പോകേണ്ടതാ. എന്റെ മോന്റെ ഭാവി എന്റെ കയ്യിലായിരിക്കുന്നത്. എന്റെ സ്വന്തം മോനെ പോലെ ഞാൻ നോക്കുന്നത്. അതിന് സാറിനെ കൊണ്ട് നോക്കുമോ ഇല്ലയോ? അതിന്റെ എന്താ നൂലാമാലകളെന്ന് എന്നോടൊന്ന് ക്ലിയർ ആയിട്ട് പറ മലയാളത്തിൽ. സാർ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് എന്നോട് പറയരുത്, ദയവ് ചെയ്ത്. ഇതിനെ പറ്റി ഒന്ന് പറയാമോ? പക്ഷേ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, നമുക്കിവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. ആ ട്രസ്റ്റിനകത്ത് നോമിനികൾ ആരൊക്കെയാണെന്ന് ഉള്ളത് നിങ്ങൾ തീരുമാനിച്ച് അത് ചെയ്യണം. രണ്ട്, വീട് വിറ്റ് കിട്ടുന്ന ഫണ്ട് നമ്മുടെ
ബാങ്ക് അക്കൗണ്ടിൽ വരണം, പിന്നെ ഇൻഷുറൻസിന്റെ മണി, അത് എല്ലാം ഈ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയങ്ങൾ ഇവിടെ എടുക്കും. ഒരു മാസം കൊണ്ട് പോകാൻ പറ്റുക എന്നുള്ള ഇവിടുത്തെ നിയമം വെച്ച് അത്ര ഫാസ്റ്റായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ്. ഇപ്പം ഈ ഡോണിയുടെ കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് ഡോണിയെ നോക്കുവാനുള്ളതായിട്ടുള്ള ഒരു കെയർ ടേക്കറായിട്ടാണ് ഇപ്പം പക്ഷന്തവരിയിലെ ട്രസ്റ്റിനകത്ത് അളിയൻ ബാബുവിനെ കൂടെ ആഡ് ചെയ്യണമെന്നാണ് അവരുടെ താല്പര്യം. എന്നെ വിശ്വാസമില്ല സാറേ. അലക്സിന്റെ ബ്രദറിലോ അല്ല ഇരിക്കുന്നത്, അദ്ദേഹത്തെ കൂടെ ഇതിനകത്ത് അല്ല. പുള്ളി എന്റെ ഭാര്യയല്ലേ മരിച്ചത്, എന്റെ മോനല്ലേ അവനെ കൊണ്ടുപോകുന്നത്. അളിയൻ പറയുന്നത് മനസ്സിലാക്കുക. അളിയൻ ബെനിഫിഷ്യറിയാണ്. ഓക്കെ, അളിയൻ ഒരു നോമിനി മാത്രമേ അല്ലേ? ഞാൻ ആരാ? എന്റെ ഭാര്യ മരിച്ചതിന് എനിക്ക് പൈസക്ക് അവകാശമില്ല അളിയാ. ടോണിയാണ് ബെനിഫിഷ്യറി. ഓക്കെ, അളിയൻ ഒരു നോമിനി മാത്രമാണ്. ടോണിയുടെ പേരിലാണ് അലക്സ് ഇത് കേക്ക്. ടോണിയുടെ പേരിലാണ് ഇത് മുഴുവൻ എഴുതി വെച്ചേക്കുന്നത്, അലക്സിന്റെ പേരിൽ അല്ല. എന്നാൽ ഇപ്പൊ അലക്സ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഈ ട്രസ്റ്റിന്റെ അകത്ത് അലക്സിനെ കൂടെ ചേർത്തിട്ട് അലക്സിനെ കൈകാര്യം ചെയ്യാനും വേണ്ടിട്ട് അവരൊരു ഓതറൈസേഷൻ തരുവാണെന്നാണ് അറ്റോർണി സാർ പറഞ്ഞത്. അതെ, അങ്ങനെയാണ്. ഫാമിലി ആയിട്ട് തീരുമാനിച്ചതിന് ശേഷം നമ്മുടെ ഡോക്യുമെന്റ് ഇവിടുന്ന് എടുക്കുക, ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ളതായിട്ടുള്ള ഫോം അവിടെ കൊടുത്തിട്ട് നമുക്ക് ട്രസ്റ്റിനുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓരോ ദിവസവും ഓരോ മൂകാമാനകളാണ് സാറേ. ഗുഡ് ലക്ക് സാറ്. സാർ നാട്ടിലെവിടെയാണ് സാറ്? നാട്ടിൽ മല്ലപ്പള്ളി. അമ്മ വീട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെങ്ങും മലബാറിലാണ്, കോഴിച്ചാലില്ല. അപ്പൊ നമുക്ക് സാറേ കാണുന്നല്ലേ. ഇതിന്റെ ഞാൻ തോമസ് സാറിനോട് പറയാം.